നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടുമെല്ലാം കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൻ്റെ ഹീലിംഗ് എനർജി കാലുകളിലൂടെ ശരീരത്തിലേക്ക് പ്രവഹിക്കുന്നതായും ശരീരത്തിലെ എല്ലാ കോശങ്ങളെയും പൂർണ്ണമായും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായി അനുഭവിക്കൂ. ഹൃദയത്തിൽ പൂർണ്ണമായ റിലാക്സേഷൻ അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ കുറച്ചു നേരം ധ്യാനത്തിൽ ഇരിക്കാം. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. Please start meditation. ഓക്കെ. ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും വീണ്ടും ഹാർട്ട്ഫുൾനെസ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വഴികളിലൂടെ നിങ്ങൾക്ക് ഹാർട്ട്ഫുൾനെസ് മെഡിറ്റേഷൻ സിസ്റ്റത്തിൽ ജോയിൻ ചെയ്യാം. ഇനിയുള്ള യാത്രയിൽ ഇൻട്രൊഡക്ടറി സിറ്റിങ്സ് വളരെ പ്രധാനമാണ് എന്നുള്ളത് മുമ്പേ പരാമർശിച്ചിരുന്നു. നമ്മൾ കൂടുതൽ സ്വാതന്ത്ര്യത്തിലേക്ക് ഉയരാൻ ആഗ്രഹിക്കുന്നു. ഫ്രീഡം ഇസ് മൈ ബർത്ത് റൈറ്റ് എന്ന് ബാലഗംഗാധർ തിലക് പറഞ്ഞിട്ടുണ്ട്. സ്വാതന്ത്ര്യം എൻ്റെ ജന്മസിദ്ധമായിട്ടുള്ള അധികാരമാണ്. നമ്മൾ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നു. ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരു പക്ഷി മരത്തിൻ്റെ ഒരു ചില്ലയിലിരിക്കുകയാണ്. ആ ചില്ല വളരെ ശക്തി കുറഞ്ഞതാണ്. എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പോകാം. അപ്പോൾ മരത്തിൻ്റെ മറ്റുള്ള ചില്ലകൾ തന്നെ പക്ഷിയോട് ചോദിക്കുകയാണ്, നിനക്ക് ഭയമാവുന്നില്ലേ? ഈ ചില്ല ഒടിഞ്ഞു കഴിഞ്ഞാൽ നീ താഴെ വീഴില്ലേ? അപ്പോൾ പക്ഷി പറയാണ്, എനിക്ക് ഭയമില്ല, കാരണം എനിക്കെൻ്റെ ചിറകുകളുണ്ട്. ഈ ചില്ല ഒടിഞ്ഞാലും എനിക്ക് പറക്കാൻ സാധിക്കും. അതാണ് സെൽഫ് ഡിപ്പെൻഡൻസ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്വന്തം കഴിവുകളിലുള്ള ആ ഡിപ്പെൻഡൻസ്. പക്ഷിക്ക് ചിറകുകളുണ്ട്. ഇപ്പോൾ നമ്മളാണ് ഒരു മരത്തിൻ്റെ കൊമ്പിലിരിക്കുന്നതെങ്കിൽ പൊട്ടുന്ന കൊമ്പിൽ നമ്മൾ താഴേക്ക് പോകും. കാരണം നമുക്ക് ആ സെൽഫ് ഡിപ്പെൻഡൻസ് ഇല്ല. നമ്മുടെ ശരീരത്തിന് ആ കഴിവുകളില്ല. അപ്പോൾ ഈ തരത്തിൽ സ്വാതന്ത്ര്യം നമ്മൾ വിചാരിക്കും പക്ഷിക്ക് സ്വതന്ത്രമായി ആകാശത്തിൽ വിഹരിക്കാം.
പക്ഷേ അവിടെയും പക്ഷി തൻ്റെ ശരീരത്തിൽ ഡിപ്പെൻഡൻ്റാണ്, ചിറകുകളിൽ ഡിപ്പെൻഡൻ്റാണ്. ഭൂമിയിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ ഭൂമിയിൽ ഉള്ള നിയമങ്ങളെ പാലിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആകാശത്തൊരു എയ്റോപ്ലെയിൻ പറക്കുന്നത് കാണുമ്പോൾ അതെന്ത് സ്വതന്ത്രമാണ്, അവിടെ യാതൊരു തടസ്സങ്ങളുമില്ല, ട്രാഫിക് റൂൾസ് ഇല്ല, ഇടത്തെ സൈഡിൽ കൂടെ പോകണമെന്നില്ല എന്ന് നമുക്ക് തോന്നാം. ഇനി അതിനേക്കാളും സ്വാതന്ത്ര്യം നമുക്ക് തോന്നും സ്പേസിലേക്ക് പോകുന്ന, അന്തരീക്ഷത്തിലേക്ക് പോകുന്ന കോസ്മോനോട്ട്സ്, ആസ്ട്രോനോട്ട്സ്. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ കൂടുതൽ 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 ഡിസിപ്ലിൻഡ് ആവുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഭൂമിയിൽ സഞ്ചരിക്കുമ്പോൾ കുറച്ചൊക്കെ ഇടത്തോട്ടും വലത്തോട്ടും പോയാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പോൾ തിരക്കില്ലാത്ത റോഡിൽ നമ്മൾക്ക് അത്രത്തോളം ലെഫ്റ്റിൽ പോകാൻ ആവശ്യം വരുന്നില്ല, ചിലപ്പോൾ ഓവർടേക്ക് ചെയ്യുന്നു. ഇപ്പോൾ ജംഗ്ഷൻസിലൊന്നും രാത്രി സിഗ്നൽസ് ഇല്ലെങ്കിൽ നമുക്ക് ജംഗ്ഷൻ കടന്നു പോകാൻ സാധിക്കുന്നു. അപ്പോൾ അവിടെ ലിമിറ്റേഷൻ ഇല്ല. പക്ഷേ എയ്റോപ്ലെയിനിലാണെങ്കിലോ ഒരു ചെറിയ വ്യതിചലനം അതിൻ്റെ റൂട്ടിൽ നിന്നാണെങ്കിൽ വളരെ ഡേഞ്ചറസ് ആയിരിക്കും, വേറെ എവിടെയെങ്കിലും പോയി ലാൻഡ് ചെയ്യും. ഇനി റോക്കറ്റിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിലോ വളരെ ചെറിയ ഡിഗ്രി വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ യാത്ര ശരിയായിട്ട് ദിശയിലാവില്ല. കംപ്ലീറ്റായിട്ട് ഗ്രൗണ്ട് കൺട്രോളിലാണ് അവരെല്ലാവരും. അപ്പോൾ അത്രയും ഡിസിപ്ലിൻ ഉള്ളതുകൊണ്ടാണ് അത്രയും സ്വാതന്ത്ര്യം ഉള്ളത്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ കൂടുതൽ കൂടുതൽ ഉയരുമ്പോൾ കൂടുതൽ കൂടുതൽ ഡിസിപ്ലിൻഡ് ആവേണ്ട ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ കൂടുതൽ സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുള്ളൂ. ഒരു കുട്ടി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിലിരിക്കുമ്പോൾ ഫ്രീഡം ഇല്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഹോസ്റ്റലിലേക്ക് പോയാൽ ഞാൻ സ്വതന്ത്രനാണ്. അപ്പോൾ വീട്ടിൽ വളരെ അച്ചടക്കത്തോടു കൂടി വളർത്തിയിട്ടുള്ള കുട്ടികൾ ഹോസ്റ്റലിൽ പോകുമ്പോൾ പെട്ടെന്ന് വഴിതെറ്റി പോകുന്നത് കാണാം. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? കാരണം വീട്ടിൽ കുട്ടി പുറമേ ഉള്ള ഡിസിപ്ലിനാണ് ശ്രദ്ധിച്ചിരുന്നത്, അതാണ് അവനെ കൺട്രോൾ ചെയ്തിരുന്നത്. ആ ഡിസിപ്ലിൻ പോകുന്നതോട് കൂടിയിട്ട് അവൻ പല കാര്യങ്ങളും ചെയ്യുന്നു. അപ്പോൾ ശരിക്കും അതിൻ്റെ ഗുണം മനസ്സിലാക്കാതെ എന്തിനാണ് നേരത്തെ എണീക്കുന്നത്, എന്തിനാണ് സമയത്തിന് ഭക്ഷണം കഴിക്കേണ്ടത്, എന്തിനാണ് പല്ല് തേക്കേണ്ടത്, എന്തിനാണ് കുളിക്കേണ്ടത്, എന്തിനാണ് ഗൃഹപാഠങ്ങൾ കറക്റ്റായിട്ട് ചെയ്യേണ്ടത്, ഇതൊന്നും മനസ്സിലാക്കാതെ അവൻ ജീവിച്ചു വരികയാണ്. ചിലപ്പോൾ റാങ്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും, ഹോസ്റ്റലിൽ പോകുമ്പോഴോ ഒരു കൺട്രോളും ഇല്ല. അപ്പോൾ കുട്ടി വളരുമ്പോൾ അവൻ ഹയർ ലെവൽ ഓഫ് ഡിസിപ്ലിൻ കൊണ്ടുവരണം, ഉള്ളിൽ ഡിസിപ്ലിൻ കൊണ്ടുവരണം. നേരത്തെ പറഞ്ഞ മാതിരി ശരീരത്തിൻ്റെ ഡിസിപ്ലിൻ അല്ല, നമ്മുടെ ഉള്ളിൽ നിന്നും ഒരു ഗൈഡൻസ് ലഭിക്കുന്നുണ്ട്. ആ ഗൈഡൻസ് നമ്മളെ നേർവഴി കാണിച്ചു തരും. നമ്മുടെ ശരീരത്തിനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നമ്മുടെ ആരോഗ്യത്തിന് ആവശ്യമാണ്. ശരീരമാധ്യം ഖലു ധർമ്മസാധനം. അല്ലാതെ അത് ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടല്ല. സമയത്തിന് പല്ല് തേക്കുന്ന കുളിക്കുന്നതൊക്കെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. ഭക്ഷണം വീട്ടിൽ നിന്ന് ഭക്ഷണം കൂടുതൽ കഴിക്കുക, ഫാസ്റ്റ് ഫുഡ് കഴിക്കാതിരിക്കുന്നത് എന്തിനാണ്? ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. ശരീരത്തിന് ആരോഗ്യം ഇല്ലെങ്കിൽ പഠിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ വേറെ ആരെയും പറ്റിച്ചിട്ട് നമ്മൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ, അഡിക്ഷൻസൊക്കെ വന്നാൽ നമുക്കാണ് അതിൻ്റെ ദോഷം. അത് കുട്ടി തിരിച്ചറിയുമ്പോൾ ഉള്ളിലേക്ക് കണക്റ്റഡ് ആവണം. അപ്പോൾ യഥാർത്ഥത്തിൽ വേണ്ടത് ആദ്യം തന്നെ ഉള്ളിലുള്ള കണക്ഷൻ ഡെവലപ്പ് ചെയ്തെടുക്കണം. അതുകൊണ്ടാണ് ഹാർട്ട്ഫുൾനെസ്സിൽ ഇൻട്രഡക്ടറി സിറ്റിങ്സിലൂടെ ആദ്യം തന്നെ ആന്തരികമായിട്ടുള്ള ആ ഗൈഡൻസിലേക്ക് കണക്റ്റഡ് ആവുന്നു. നമ്മുടെ ഉള്ളിൽ നിന്നും നമ്മുടെ ജീവൻ നമ്മളെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ജീവൻ ഈ ശരീരം ശരീരം വിടുന്നത് വരെ അതിന് ചില കാര്യങ്ങൾ ഇവിടെ നിർവഹിക്കാനുണ്ട്. അത് ജീവിതത്തിൽ നമ്മൾ ഡിസിപ്ലിൻഡായിട്ട് യാത്ര ചെയ്യുമ്പോൾ, സത്യസന്ധമായിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഇത് എനിക്ക് വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കിയിട്ട്, സ്വന്തം നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുമ്പോൾ ആ ജീവിതം ശരിയായിട്ടുള്ള ഗൈഡൻസിൽ പോകുന്നു. അപ്പോൾ തീർച്ചയായിട്ടും പുറമേ നിന്നും നമുക്ക് ഒരുപാട് സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നതായിട്ട് തോന്നാം. നമ്മൾ ഇന്നർ ഗൈഡൻസ് സ്വീകരിക്കുമ്പോൾ
പുറമേ ഉണ്ടാകുന്ന അനുഭവങ്ങൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അത് ആക്സെപ്റ്റ് ചെയ്യണം, സ്വീകരിക്കണം. ആക്സെപ്റ്റൻസാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യം. നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നത് ഭയം കൊണ്ടല്ല. നമ്മളൊരു കാര്യം അനുഭവിക്കുന്ന പുറമേയുള്ള കാര്യത്തിൽ നമുക്ക് കൺട്രോളില്ല. പക്ഷെ അതിനോട് ഞാൻ എങ്ങനെ പ്രതികരിക്കും, അത് എൻ്റെ കൺട്രോളിലാണ്. റിയാക്ട് ചെയ്യണോ, റെസ്പോണ്ട് ചെയ്യണോ? റിയാക്ഷൻ എന്ന് പറയുമ്പോൾ വീണ്ടും വീണ്ടും പഴയ പോലെ തന്നെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുക. കുട്ടി കളിപ്പാട്ടത്തിന് വേണ്ടി തല്ലുപിടിക്കുന്നത് പോലെ, വലിയ ആൾക്കാർ സ്ഥലത്തിന് വേണ്ടി തല്ലുപിടിക്കുന്നത് പോലെ, നമ്മൾ പുറമേ ഉണ്ടാകുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം ചിലവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വേറെ ഏതോ രീതിയിൽ പോകും. കാരണം പുറമേ ഉള്ള കാര്യങ്ങൾ നമ്മളെ കൺട്രോൾ ചെയ്യുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഒരാൾ നമ്മളെ ദേഷ്യം പിടിപ്പിക്കുകയാണെങ്കിൽ, നമുക്ക് ദേഷ്യം വരികയാണെങ്കിൽ നമ്മൾ എന്താ സംഭവിക്കുന്നത്? നമ്മൾ ആ വ്യക്തിയുടെ കൺട്രോളിലായിട്ട് മാറുകയാണ്. ഇത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അയാളെ കാണുമ്പോൾ നമ്മൾ മാറി നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? ഞാൻ അവരുടെ കൺട്രോളിലാണ്. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് മഹാത്മാഗാന്ധിജി മീൻസാണ് പ്രധാനം, നമ്മൾ ഉപയോഗിക്കുന്ന മാർഗമാണ് പ്രധാനം എന്നുള്ളത് വളരെയധികം ഊന്നി പറഞ്ഞിരുന്നു. അഹിംസാ സിദ്ധാന്തം, സത്യാഗ്രഹം. എന്തിനാണ് അദ്ദേഹം അത് പറഞ്ഞത്? എത്ര വലിയ വലിയ ആദർശങ്ങളാണ്. നമുക്കത് മനസ്സിലാക്കണമെങ്കിൽ കുറച്ചൊന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ഹിംസയിലൂടെ വളർന്നു കഴിഞ്ഞാൽ ഹിംസ എൻ്റെ സ്വഭാവമായിട്ട് മാറുന്നു, അത് എന്നെ താഴ്ത്തുന്നു. അഹിംസ എന്ന് പറയുമ്പോൾ സ്നേഹത്തിൻ്റെ ഒരു എക്സ്പ്രഷനാണ്. പൂർണ്ണമായിട്ട് സ്നേഹം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള അഹിംസയാണ്. ഹിംസ ഇല്ലാത്ത അവസ്ഥ. നമുക്ക് ആരെയും ഹിംസിക്കേണ്ട ആവശ്യമില്ല. ഒരു കാര്യത്തെയും നമ്മൾ റിയാക്ഷനിലൂടെ കാണേണ്ട കാര്യമില്ല, ആക്സെപ്റ്റ് ചെയ്യുക. അത് നമ്മുടെ ഹയർ ഡിസിപ്ലിനിലേക്ക് ഉയർത്തുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഹിംസ ചെയ്യുമ്പോൾ നമ്മൾ തോൽക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സത്യം ആഗ്രഹിക്കുന്നു. സത്യം നമ്മളെ സ്വതന്ത്രമാക്കണം. പുറമേ നിന്നുള്ള കൺട്രോളിൽ നമ്മൾ വീണ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തരത്തിൽ സ്വയം കറക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ഉയരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നർ ഗൈഡൻസ് സ്വീകരിക്കണം. സർവ്വചരാചരങ്ങളെയും നയിക്കുന്ന ആ സോഴ്സിന്, സ്രോതസ്, നമ്മളതിനെ ഈശ്വരൻ എന്ന് വിളിക്കാം, ഭഗവാൻ എന്ന് വിളിക്കാം, അല്ലാഹ് എന്ന് വിളിക്കാം. സർവ്വസ്വാതന്ത്ര്യം, പൂർണ്ണ സ്വാതന്ത്ര്യം. സഹജമാർഗത്തിലെ ഗുരുനാഥനായിട്ടുള്ള ബാബുജി മഹാരാജ് പറയുന്നുണ്ട്, ആ സ്വാതന്ത്ര്യത്തിൻ്റെ ചിന്തയും കൂടി ഇല്ല എന്നാണ്. ഫ്രീഡം ഫ്രം ഫ്രീഡം എന്നാണ് പറയുന്നത്. ഞാൻ സ്വതന്ത്രനാണ് എന്നൊരാൾ പറയുകയാണെങ്കിൽ സ്വതന്ത്രമല്ലാത്ത ഒരവസ്ഥയെ പറ്റിയിട്ട് അവിടെ ചിന്തയുണ്ട്. ഇപ്പം ഇന്ത്യ സ്വതന്ത്രമായി എന്ന് നമ്മൾ പറയുമ്പോൾ സ്വതന്ത്രമല്ലാത്ത ഒരു അവസ്ഥയെ പറ്റി നമുക്ക് ബോധമുണ്ട്. നമ്മൾ സ്വതന്ത്രമായിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഡിപ്പെൻഡൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സൗകര്യങ്ങളിലും നമ്മുടെ ടെക്നോളജിയിലും നമ്മുടെ സയൻസിലും നമ്മൾ മറ്റുള്ള സംസ്കാരങ്ങളെ ഫോളോ ചെയ്യുന്നതിന് നമ്മൾ ഡിപ്പെൻഡൻ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ പുറമേ നിന്നുള്ള കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആശയവിനിമയത്തിന് ഹൃദയം ഉപയോഗിക്കുന്നതിന് പകരം, നമ്മുടെ സംഭാഷണം ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ മീഡിയ ഉപയോഗിക്കുന്നു. നേരിട്ട് പറയാൻ വിഷമമുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെയോ എല്ലാം നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ അത് ആരെയാണ് നശിപ്പിക്കുന്നത്? എന്നെയാണ് നശിപ്പിക്കുന്നത്. എപ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും ഞാൻ എവിടേക്കാണ് പോകുന്നത് എന്നതിനെക്കുറിച്ചിട്ട് ഒരു ബോധം വേണം. ഞാൻ കൂടുതൽ സ്ട്രെസ്സിലേക്ക് പോകണോ, സങ്കുചിതമാവുകയാണോ? സങ്കുചിതമായിട്ട് കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഞാൻ എങ്ങനെയാണ് സ്വാതന്ത്ര്യത്തിലേക്ക് നീങ്ങുക? സഹജമാർഗത്തിലെ മാസ്റ്ററായിട്ട് ചാരുജി മഹാരാജ് പറയാറുണ്ട്, കോമയിൽ കിടക്കുന്ന ഒരു വ്യക്തി ഇൻഫ്യൂഷൻ എല്ലാ ദ്വാരങ്ങളിലും ട്യൂബ് ഇട്ടിട്ട് ശ്വാസകോശം പ്രവർത്തിപ്പിക്കാനായിട്ട് അവിടെ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രോഗി ടെക്നോളജിയുടെ മാർവിൽ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമാവുമോ? തീർച്ചയായിട്ടും സന്തോഷമാവില്ല. അതെല്ലാം എടുത്ത് മാറ്റിയിട്ട് സ്വയം നടക്കുമ്പോൾ മാത്രമേ നമുക്ക് സന്തോഷമാവുള്ളൂ. അപ്പോൾ സ്വന്തം നമ്മുടെ ഉള്ളിൽ ഡിപ്പെൻഡൻ്റ് ആവുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും സ്വാതന്ത്ര്യം ഉണ്ടാവും. അവിടെ ഭയമില്ലാത്തൊരവസ്ഥ ഉണ്ടാവും. പൂർണ്ണമായിട്ട് സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഒരു തലത്തിലേക്കാണ് അപ്പോൾ മാറുന്നത്. അപ്പോൾ അവിടേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബാഹ്യമായിട്ടുള്ള ജീവിതത്തിൽ നമുക്ക് ഡിസിപ്ലിൻ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട് എന്നുള്ളൊരു ഇൻവേർട്ടുണ്ട്. നമുക്കിത് രണ്ടും വിപരീതമായിട്ട് തോന്നാം. സ്നേഹവും അച്ചടക്കവും വിപരീതമായിട്ട് തോന്നാം. പക്ഷേ ഇത് രണ്ടും ഒരേ നാണയത്തിന് രണ്ട് വശങ്ങളാണ് എന്ന് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതേ ടോപ്പിക്കിന് നമ്മൾ കൂടുതൽ ഡെപ്തായിട്ട് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കാം.
എല്ലാവരെയും വീണ്ടും ഹാർട്ട്ഫുൾനെസ് സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.